ഹലോ ഫ്രാൻസ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ എഴുതിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, നമ്മളെ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഓരോ ജനങ്ങളും ഓരോ പൗരനും സുഖമായിട്ട് സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി കഴിയുന്ന ഒരൊറ്റ ആളുകളുടെ ബലത്തിലാണ് നമ്മൾ ഇന്ത്യയെ കാക്കുന്ന നമ്മുടെ ധീര ജവാന്മാർ. അതേപോലെ മിലിറ്ററി, പല സേനകളുണ്ട്. മിലിറ്ററിയിൽ ആർമിയുണ്ട്, കരസേന, വ്യോമസേന, നേവി, അങ്ങനെ പല സേനയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ കരയിലാണോ കടലിലാണോ ആകാശത്താണോ എവിടെ നിന്നിട്ടാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഓഫീസേഴ്സും, അത് നമ്മുടെ വിലപ്പെട്ട അവരുടെ ജീവനും ഒക്കെ. വീഡിയോസ് കാണുമ്പോൾ നമുക്ക് സങ്കടം വന്നിട്ടുണ്ട്, വളരെ വളരെ സങ്കടം വന്നത്. ഭക്ഷണം പോലും കിട്ടാതെ പറഞ്ഞാൽ അതുകൂടി കഴിക്കാനുള്ള ഉറക്കമൊഴിച്ച് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ഇന്ന് ന്യൂസ് കേട്ടപ്പോൾ ഒരു 6 ആളാറ്റ വീരുമത്തി മരിച്ചുപോയി ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ അറിഞ്ഞു. പക്ഷെ അതൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. കാരണം അവർ അത്രയും എഫേർട്ട് എടുത്ത് അവർ ജീവൻ കൊടുത്ത് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവരെ നമ്മൾ ഒരിക്കലും നമുക്ക് എന്താ പറയാൻ പറ്റില്ല, താഴ്ത്തി കാണാനോ അല്ലെങ്കിൽ അവരെ നിസ്സാരമായിട്ട് കരുതാൻ പറ്റില്ല. അവരാണ് നമ്മുടെ ബലം. എന്തായാലും അവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം, എന്തായാലും നല്ലത് വരട്ടെ. അപ്പോൾ യുദ്ധം നടക്കുന്ന ഇടയിൽ ഇപ്പം ഞാനൊക്കെ ഇവിടെ അനുഭവിക്കുന്നത് പറഞ്ഞാൽ, ഞാനിവിടെ UK-യിലാണ്. ഇവിടെ ഇപ്പോൾ പുറത്തുള്ള കുറേ ഇപ്പോൾ മുസ്ലിംസുകൾ, ഇപ്പോൾ ഞാൻ നമ്മൾ മതം പറ്റി പറയുന്നില്ല, നമ്മളൊരു മുസ്ലിമാണ്, ഒരു ഇന്ത്യൻ മുസ്ലിമാണ് ഞാനൊക്കെ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് രാജ്യക്കാരുണ്ട്. ലിബിയക്കാർ, സൗദിക്കാർ, UAE, യമന്, അതേമാതിരി ഈജിപ്ത്, ഇവിടുത്തെ ഒരുപാട് മുസ്ലിംസ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവന്മാരൊക്കെ വന്നിട്ട് എന്നോട് പറയും, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമാണല്ലോ. ആ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ, അപ്പോൾ നീ ആരെ സപ്പോർട്ട് ചെയ്യുന്നു വെച്ചു. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യും? ഞാൻ എൻ്റെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അപ്പോൾ പാകിസ്ഥാനിലെ മുസ്ലിംസിനല്ലേ ഇവര് യുദ്ധം ചെയ്യുന്നത്? മുസ്ലിംസിന് യുദ്ധം ചെയ്യുന്നതാ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ. അപ്പം പറഞ്ഞു അവരോട്, ഇത് എന്താ അവന്മാർക്ക് ഈ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അത് ഗുഡ് മുസ്ലിംസ് അല്ല. ഗുഡ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ ഇതിന് വേണ്ടിയിട്ട് ആക്കാനൊന്നും, നല്ലൊരു മുസ്ലിംസ് ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കില്ല. ഞാനൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എനിക്കറിയില്ല അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ ശരിക്കും മുസ്ലിംസ് തന്നെ അല്ലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവന്മാർ ഇത് പറയണ പള്ളി നശിപ്പിച്ചു, മദ്രസ നശിപ്പിച്ചു. അപ്പം പറയുന്നത് പള്ളി എന്നൊക്കെ നല്ല ഈ ദീനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പള്ളി മദ്രസ നല്ല പൊട്ടിച്ചിരിക്കണത്. അത് ടെററിസ്റ്റ് ആയിരുന്നാണ്, ഇവർക്ക് ടെററിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാലും അറിയില്ല ഈ വന്നവർക്ക്. അപ്പോൾ ഞാൻ അവരോട് ടെററിസ്റ്റ് അറ്റാക്കാണ്. അപ്പോൾ പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യർക്കോ അല്ലെങ്കിൽ മിലിറ്ററിക്കോ എതിരൊന്നും ഇന്ത്യ ഇതാക്കിയിട്ടില്ല, മിസൈലും ഇതും മുട്ടിട്ടില്ല. ഫസ്റ്റ് ഇപ്പോൾ പൊട്ടിച്ചത് ഇതുപോലുള്ള പിന്നെ കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ഗുഡ് മുസ്ലിമും ബാഡ് മുസ്ലിമിനെ കുട്ടിയോട് ഇനി അത് ഗുഡ് അല്ല ബാഡാന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണ മാതിരി ഇവന്മാരോട് പറഞ്ഞത് ഗുഡ് മുസ്ലിംസ് അല്ല ബാഡ് മുസ്ലിംസ് ആണ്. കാരണം അവർക്ക് ടെററിസ്റ്റ് ആണ് അറിയില്ല. അപ്പോൾ ഇവന്മാർ പിന്നെയും പറയാം, അല്ല അതിപ്പോൾ നമ്മളെ കമ്പനിയിൽ പാകിസ്ഥാൻ സ്റ്റാഫൊക്കെ ഉണ്ട്, അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ഇത് പഠിച്ചു. അപ്പോൾ അത് ഇപ്പോൾ ഹിന്ദു മുസ്ലിംസ് യുദ്ധമാണ് അവർ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും. അവരാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു തൊണ്ട് വെച്ചോ, അബ്ദു മുസ്ലിം അല്ലെന്നാ. ആ, ഞാൻ മുസ്ലിം അല്ല, ഞാൻ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ, അപ്പം ഒരു പള്ളി മദ്രസും അങ്ങനത്തെ കാര്യങ്ങളും മുസ്ലിംസിനൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ മുസ്ലിമെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്തോട്ടെ. അപ്പോൾ പുറത്തുള്ള എല്ലാവരും വിചാരം ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത് ഇതുപോലെ എന്താണ്, മുസ്ലിംസിന് ഇന്ത്യ ഒരു യുദ്ധമാണെന്നാണ്. ഇത് എന്തൊരു യുദ്ധം നടന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ പാവപ്പെട്ട 10-25 ടൂറിസ്റ്റ് ആൾക്കാർ അവരുടെ ഫാമിലിയും കൂട്ടി ടൂറിന് പോകുമ്പോൾ ഒരു മുസ്ലിംസുകളായ ആൾക്കാർ വന്നിട്ട് ചോദിക്കുക, എന്തുവാണ് മുസ്ലിം ആണെന്നാ മാറ്റി നിൽക്കും, എന്തുവാണോ വെടിച്ച് കൊല്ലും. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മാർ പറയും, അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ അതുകൊണ്ടല്ലേ ഇത് തുടങ്ങിക്കണത്. പിന്നെ കുറച്ച് ഇതെന്ന് പറയും, അല്ല ബ്രോ, ഇത് വേറെ രീതിക്കാണ്, നിങ്ങൾ മുസ്ലിംസിനെ അറ്റാക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർ അങ്ങനെയാണ്. ആയിക്കോട്ടെ, മുസ്ലിംസിനെ അറ്റാക്ക് ചെയ്തോട്ടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എനിക്കിത് ഡെയിലി ചെന്നാ ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു, ഞാൻ ഓരെ കാണുമ്പോൾ തന്നെ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞു നമുക്ക് തുടങ്ങും. ഓരെ കാണാൻ സംസാരിക്കാനും പോലും, ഞാൻ ഓരെ കാണുമ്പോൾ തന്നെ വലിയ നോക്കുമ്പോൾ പറയും ഇന്ത്യ. ഇതാണ് അവസ്ഥ. എന്തായാലും നല്ല രസമാണ് സംഭവം. അപ്പോൾ
അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇതാക്കണേ. അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിർത്തിവിട്, കരാറൊക്കെ ഒപ്പുവെച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു. സമാധാനം നല്ലതാണ്. ഇങ്ങോട്ട് ചൊരം വന്നാൽ അങ്ങോട്ട് കയറി മാന്തും എന്നുള്ളത് ഓൽക്ക് മനസ്സിലാവണം. നല്ല രീതിയിൽ നമ്മളെ വിശ്വ ഏഹ് സമാധാനത്തോടെ പോകുന്ന സമയത്ത് വന്ന് ഓരോ പരിപാടി വെച്ചാൽ നമ്മളിപ്പോൾ ഇത്ര കാലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇവർക്കിത് മനസ്സിലായിക്കൂടാ. അവരുടെ അവസ്ഥ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത എല്ലാ ഓഫീസർക്കും അതിൻ്റെ മേലുള്ള ആളുകൾക്കും അതുമാതിരി നല്ല രീതിയിൽ നിങ്ങൾക്ക് വിട്ടുവെന്ന് പറഞ്ഞാൽ മോദിച്ചിക്കും. ഇല്ല, നമ്മൾ നല്ല ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് പറയണം. എല്ലാവർക്കും നമ്മുടെ എന്താ പറയുക, എൻ്റെ അഭിവാദ്യം. അപ്പോൾ വെറുതെ നിന്നപ്പോൾ ഈ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അതാണ് ഇപ്പം നമ്മൾ പുറത്തുള്ള ആൾക്കാർ അനുഭവിക്കുന്ന അനുഭവം അതാണ്. പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സൗദി സപ്പോർട്ട് ചെയ്തിട്ടില്ല പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആകെ തുർക്കിയും മറ്റേ ചൈന ഇവരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ വിദേശത്തുള്ള GCC കൺട്രിയിലെ എന്താ ദുബായ്, ഒമാൻ, UAE ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് വരാത്ത എന്താ ചോദിച്ചവർക്ക് വാർത്താനല്ല. അപ്പോൾ അവിടെയുള്ള ഗവൺമെൻറ് സപ്പോർട്ട് ഇന്ത്യക്കാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള കുറേ മനുഷ്യന്മാരെ സപ്പോർട്ട് പാകിസ്ഥാനിക്കാണ്. ഇതാണ് അവസ്ഥ. ഇവർക്ക് ഇത് എന്തുകൊണ്ട് നടക്കുന്നൊന്നും ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയാം. അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഉടൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആരും സപ്പോർട്ട് ചെയ്യില്ല. ആകെ 69 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചെറിയ ചാനലാണ് നമ്മൾ. ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ, സീ യു.